നീ വലിയ വില്ലാളിയാണെന്നല്ലടാ പറഞ്ഞു. ചുണയുണ്ടെങ്കിൽ അവളെ ഒന്ന് വളച്ചെടുക്കാം. ഞങ്ങൾ കുറെ ശ്രമിച്ചു നോക്കിയതാ. ഡേ, ഏത് ഉർവശിയാണേലും അവക്ക് ഞാൻ മതി. നോക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ. ഹലോ, ഇന്ന് ബസ്സില്ലെന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് നിന്നാ പറ്റില്ല. ഞാൻ വീട്ടിൽ വിട്ടേക്കാം. ഷാജിക്ക് എന്താ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? സഹപാഠികളായതുകൊണ്ട് ചോദിച്ചു പോയതാ. സഹപാഠികളൊക്കെ ക്ലാസ്സിൽ, ബസ്സൊക്കെ പണിമുടക്കാണെങ്കിൽ ഞാൻ നടന്നു പോയിക്കോളാം. ശാന്തിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കുഞ്ഞാലിയോ? ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. നീ ആവശ്യമില്ലാതെ എന്റെ തൊഴിലാളിയുടെ കാര്യത്തിൽ ഇടപെടരുത്. നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. നക്കാപ്പിച്ചയ്ക്ക് നാണം പണയം വെക്കുന്ന ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഞാൻ ആർത്ഥത്തിൽ പറഞ്ഞതല്ല. ആ സേതുവും ഞാനുമായി ഇനി ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല. അവൻ ഇന്നലെയും ശമ്പള കൂടലിന് വഴക്കടിച്ചു. എന്നും കൂലി കൂട്ടിക്കൊടുക്കാൻ ഒക്കുമോ കുഞ്ഞാലി? ഒരാളെ പാട്ടിലാക്കാൻ കഴിയാതെ വരുമ്പോ മറ്റൊരാളെ പാട്ടിലാക്കുക, അവിടെയും ലക്ഷ്യം വഞ്ചന തന്നെ. കുഞ്ഞാലി വരട്ടാതെ മുതലാളി, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. എന്നോട് പിണങ്ങിയവരാരും അധിക നാൾ ജീവിച്ചിട്ടില്ല. സ്വത്തുക്കൾ വാരിക്കൂട്ടിയ നിങ്ങളെപ്പോലുള്ളവർക്കാണ് ജീവനിൽ ഭയം. ഇന്നലെ ലോഡിറക്കിയതിന്റെ കൂലി മുതലാളിയോട് വാങ്ങിച്ചോളാൻ മാനേജർ പറഞ്ഞു. അത് വാങ്ങിക്കാൻ വന്നതാ. ആ രൂപയെടുത്ത് കയ്യിൽ തരണം. എന്നെ തോൽപ്പിക്കാനായിരിക്കും ഭാവം. ആ രൂപയെടുത്ത് കയ്യിൽ തരാതെ മുതലാളിക്ക് അകത്ത് പോകാൻ പറ്റും. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അവനെ വിട്ടുകളഞ്ഞോ മുതലാളി? മുതലാളി ഒന്ന് മൂളിയിരുന്നെങ്കിൽ അവന്റെ വാരിയിൽ ഞാൻ ഊരിയെടുത്തേ. അയ്യോ, ഞാൻ ഓർത്ത് അവനായിരിക്കും. ചേട്ടാ, ഇത് കൊള്ളാമല്ലോ. പരീക്ഷ തോറ്റതിന് പള്ളി കൊടുത്തിട്ടാ ഏറെ. അവനെ പേടിച്ച് അവൻ ചോദിച്ച പണം കൊടുത്തു. ഞാൻ പാവപ്പെട്ടതല്ല, എന്നെ തോളേ കയറിക്കും. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. പോകാൻ പറഞ്ഞത്. പോകാൻ പറഞ്ഞാൽ ഞാനങ്ങ് പോയേക്കാം. പിന്നല്ല ഇവിടെ നിൽക്കാൻ നോക്കൂ. അഥവാ ഇവിടെ നിന്നെ നിർത്തുവോ? എന്റെ മോൻ ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും ഈ പട്ടണത്തിൽ ആരും അറിയാതെ പോയല്ലോ. ഞങ്ങളൊക്കെ പാവങ്ങളില്ലേ അമ്മേ? വലിയ ആൾക്കാരെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. മോനെ, മോനെ, അമ്മ ഇങ്ങനെ എത്തി? മോനെന്താ? മോനെന്താ ഈ കൂലിപ്പണിക്കാരന്റെ വേഷത്തിൽ? പറയടാ, നിനക്കിവിടെ എന്താണ് ജോലി? സേതു ഇവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണമ്മേ. ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഞാൻ അന്തസ്സായിട്ടാണ് അമ്മ കഴിയുന്നത്. പട്ടിണി കിടന്നു ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയും നിന്നെ പഠിപ്പിച്ചത് ഈ നിലയിൽ കാണാനാണോ മോനെ? നിന്നെ പഠിപ്പിക്കാൻ രാപ്പകല അധ്വാനിച്ച ആ മനുഷ്യൻ തളർവാദം പിടിച്ചു കിടക്കുന്നു. അദ്ദേഹം ഇത് കേട്ടാൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകും. ഞാൻ മാത്രമല്ലമ്മേ, നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ജോലിയില്ലാത്ത ആൾക്കാരും കൂലിപ്പണിയെടുത്താണ് പട്ടിണിയില്ല കഴിഞ്ഞുകൂടുന്നത്. എന്റെ പൊന്നുമോൻ ചുമടെടുത്ത കാശ് കൊണ്ടാണോടാ ഞങ്ങൾ ഇത്രയും നാൾ ആഹാരം കഴിച്ചത്? നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? നീ എന്തിനാ വലിയ ഉദ്യോഗസ്ഥനായി ഞങ്ങളുടെ മുമ്പ് അഭിനയിച്ചത്? എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛന്റെ അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടി. ഇല്ലടാ, ഞാൻ എങ്ങും വരുന്നില്ല. ചെല്ലും അമ്മേ.
കേട്ടോ ഗോപാല, നാളെയാണ് ബോണസിനെ കുറിച്ചുള്ള തീരുമാനം. എന്തൊക്കെ ആയാലും കഴിഞ്ഞ തവണത്തെക്കാളും 10% കൂടുതൽ കിട്ടണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. നമ്മളെല്ലാം ഒന്നിച്ചു നിന്നാൽ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാം. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ കൂടുതൽ ലാഭമാണ് ഈ വർഷം മുതലാളി കിട്ടിയിരിക്കുന്നത്. എന്തോ നാടാ ഒരു ഗൂഢാലോചന. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നാളെ തൊട്ട് കമ്പോളത്തിൽ പണിയെടുക്കില്ല. നിന്നെ പോലുള്ള കൂലിപ്പടയെ പേടിച്ചോടുന്ന പട്ടിയിലാണ് അവിടെ തൊഴിലാളി. ഇത് സേതുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കേണ്ട പ്രമാണമാണ്. ഇപ്പോഴത്തെ ശമ്പള നിരക്കിൽ തന്നെ 5 വർഷത്തേക്ക് ശമ്പള കൂടുതൽ ആവശ്യപ്പെടാതെ ജോലി ചെയ്തുകൊള്ളാമെന്നാണ് ഇതിന്റെ ഉള്ളടക്കം. പത്രം ഇംഗ്ലീഷിലായതുകൊണ്ട് അവന് വായിച്ചാൽ മനസ്സിലാവുകയില്ല. അതാണ് ശേഖരൻ മുതലാളിയുടെ ബുദ്ധി. വെരി ഗുഡ്. ഈ പ്രമാണത്തിൽ ഒപ്പിട്ട് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താ മുതലാളി സേതു വന്ന് കാത്തു നിൽക്കുന്നു. വരാൻ പറയും. സേതു വന്നു. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കൂ. നീ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ എവിടെല്ലാം തിരക്കി. ലാസ്റ്റ് അവർ ക്ലാസ്സിലായിരുന്നു. ഐ എം സോറി. ചുമ്മാ ചോദിച്ചെന്നു. ശാന്തി, ഞാൻ കുറച്ചു നാളായി ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. പ്ലീസ്, ഷാജി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. മറ്റു പെൺകുട്ടികളെ കാണുന്നത് മാതിരി ഷാജി എന്നെ കാണരുത്. പ്ലീസ് ലീവ് മീ അലോൺ. അല്പ ചോറ് ഞങ്ങൾക്കും കിട്ടിയ കൊള്ളായിരുന്നു. ഓ കേട്ടില്ല. ആർക്കാടാ ചോറ് വേണ്ടത്? ഞങ്ങൾക്കാ. ചോറ് കിട്ടിയില്ലെന്ന് കണ്ടോണ്ടിരുന്നാ മതിയായിരുന്നു. ആർക്കാടാ കണ്ടോണ്ടിരിക്കേണ്ടത്? കണ്ടോണ്ടാണ് നീയൊക്കെ വിശപ്പ് മാറ്റുന്നത്. പട്ടികള്. തുപ്പിൽ തെറിക്കാൻ ദൈവാധീനം. പതക്കെ നടക്ക്, ഭൂമി വിലക്കാതെ.